എറണാകുളം ജില്ലയിലെ ചൂണ്ടി രാമമംഗലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ജലവിതരണ പൈപ്പിടുന്നതിനായി കുഴിച്ച റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകാതെ വന്നതോടെ പൊടിശല്യത്തിൽ വലയുകയാണ് യാത്രക്കാർ. ചൂണ്ടി രാമമംഗലം റോഡിൽ യാത്രക്കായി എത്തുന്നവർ മുൻകരുതലായി കയ്യിലൊരു മാസ്കോ തുണിയോ കരുതണം. നന്നായി മൂക്കുപൊത്തിയില്ലെങ്കിൽ രോഗങ്ങളുണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. രണ്ടു വർഷത്തിലേറെയായി ചൂണ്ടി രാമമംഗലം റോഡ് തകർന്നിട്ട്. ജലവിതരണ പൈപ്പിടുന്നതിനായി ആദ്യം റോഡ് പൊളിച്ചു. ടാറിങ്ങിന് മുന്നോടിയായുള്ള മെറ്റൽ വിരിച്ചിട്ട് മാസങ്ങളായി. വേനൽക്കാലം എത്തിയതോടെ റോഡിൽ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പൊടിശല്യമാണ്. വീടിന്റെ മുൻഭാഗത്ത് കട്ടനിട്ട് മൂടിയാണ് ആളുകൾ കഴിയുന്നത്. ഇവിടെ ഈ റോഡ് ഇപ്പോൾ 2 കൊല്ലമായി. ഇത് പൈപ്പ് ലൈൻ വലിയ പൈപ്പ് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് കുത്തിപ്പൊളിച്ചതാണ്. കുത്തിപ്പൊളിച്ചിട്ട് ബാക്കി പണികളൊക്കെ വേഗം ഇതിൽ പൈപ്പിൻ്റെ ഈ ടാറിങ് മാത്രം ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുവാണ്. പൊടി നിരന്തരം ശ്വസിച്ച് ചിലർക്കെല്ലാം ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വല്ലാത്ത പൊടി അതുകൊണ്ട് ശാരീരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ചുമ, ശ്വാസം മുട്ട്, അങ്ങനെ പുറത്തായിട്ട് ഇറങ്ങാം. ഞാൻ ഡോറ് തുറക്കാറേ ഇല്ല. പാമ്പാക്കുട, രാമമംഗലം, മണ്ണത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങളെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത്. സ്ഥിരമായി സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷകളടക്കം തകരാറിലാവുന്ന സാഹചര്യവുമുണ്ട്. പൊടിശല്യം കാരണം റോഡിന് ഇരുവശവുമുള്ള വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. ആളുകളുടെ കണ്ണിലും മൂക്കിലും പൊടി കയറ്റാതെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യാമറമാൻ അലോഷിക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജലവിതരണ പൈപ്പിടുന്നതിന് റോഡ് കുത്തിപ്പൊളിച്ചതിനാൽ ദുരിതത്തിലാകുന്ന നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ അവസ്ഥ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 2 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ചൂണ്ടി രാമമംഗലം റോഡ് നാട്ടുകാർക്ക് ഇപ്പോൾ ദുരിതം മാത്രമാണ് സമ്മാനിക്കുന്നത്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് പറയുന്നു പ്രദേശവാസികൾ. ജനങ്ങൾ അവരുടെ പ്രതികരണത്തിലേക്ക്. ശ്വാസം മുട്ടിയിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ? ഇവിടെ ഒരു മനുഷ്യൻ തങ്ങണില്ല ഈ പൊടി കാരണം. കടകളാണെങ്കിലും എല്ലാം തുറക്കണില്ല, പകുതി കടകൾ തുറക്കണില്ല. പിന്നെ അങ്ങനെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഏതായാലും ഈ വേനൽക്ക് മിക്കവാറും ഉണ്ടാവുമെന്നാണ് പറയണത്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. 2 വർഷമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഈ മെറ്റിലിട്ട് ഈ പൊടിയിട്ട് ശരിയാക്കിയേക്കണേ. ഈ പൊടി പറഞ്ഞിട്ട് ഈ ജനവാസം, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൽ, മൊത്തം എല്ലാ പ്രശ്നങ്ങളുമാണ്. ഇനി ചെയ്യാൻ ഒന്നുമില്ല എനിക്ക്. കാരണം ഈ റോട്ടിൽ വണ്ടിയുടെ ടയർ മുഴുവൻ പോയി. പിന്നെ പൊടിശല്യം. ഇതെന്ത് ആരോട് പറയും നമ്മളിത് ആരോട് പറയും? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.